ഇടവക തിരുനാളിന്റെ 4-ാം ദിനമായ 3/12/2025 നെയ്യാറ്റിൻകര രൂപത മെത്രാൻ അഭിവന്യ സെൽവരാജൻ പിതാവായിരുന്നു നമുക്ക് വേണ്ടി വചനം പങ്കുവച്ചത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പിതാവെന്ന് തന്റെ പ്രസംഗം ആരംഭിച്ചത്. അതായത് ഈശോ തന്റെ അന്ത്യ ഉപദേശമായി ശിഷ്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വചനം ഇപ്രകാരമാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ വചനത്തിൽ ഊന്നിയുള്ള ജീവിതമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നയിച്ചത്. മിഷൻ പ്രവർത്തനങ്ങളിലൂടെ ലോക ജനതയ്ക്ക് മഹത്തായ വഴികാട്ടിയ വിശുദ്ധനായിരുന്നു, ഒരു പുണ്യ ആത്മാവായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പകർന്നു കൊടുത്ത വചനമായിരുന്നു അദ്ദേഹത്തെ ക്രിസ്തുവിന്റെ ജാഗ്രതയുള്ള മനുഷ്യനാക്കി മാറ്റിയത്. തുടർന്ന് 1542 ഗോവയിൽ കപ്പലിറങ്ങുകയും അതുപോലെ തന്നെ ജപ്പാൻ, ശ്രീലങ്ക, കിഴക്കനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുമെല്ലാം അദ്ദേഹം ചൈനയിലേക്ക് പ്രവേശിക്കവേ സാൻജിയൻ ദ്വീപിൽ വെച്ചായിരുന്നു അദ്ദേഹം മരണമടയുന്നത്. തന്റെ ജീവിതത്തിലുടനീളം മിഷൻ പ്രവർത്തനങ്ങളിലൂടെ സഭാ സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കാൻ ശ്രമിച്ച ഈ പുണ്യാത്മാവ് നമുക്ക് ഇടവക മധ്യസ്ഥനായത് ഏറെ വിശിഷ്ടവും ശ്രദ്ധാകേന്ദ്രവും തന്നെയാണ്. അവിടെ നിന്നും ബെൽജിയം മിഷണറിമാരും ഫ്ലാൻഡേഴ്സ് മിഷണറിമാരുമെല്ലാം നമുക്ക് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്നും നമുക്ക് ചുറ്റും ഒത്തിരിയധികം മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നാം ഓരോരുത്തരും ഇത്രയേറെ സാഹചര്യങ്ങൾ ലഭിച്ചിട്ടും നാം ദൈവത്തിന് കൃതജ്ഞതയുള്ളവരാണോ എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് പിതാവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു. ആയതിനാൽ തന്നെ നമ്മുടെ ഇടയിൽ നിന്നും ഒത്തിരിയധികം മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് വ്യക്തികൾ ചെല്ലണമെന്നും അതിനായുള്ള വിളികളെല്ലാം നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടാകണമെന്നും പിതാവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ തന്നെ ഒക്ടോബർ 4-ാം തീയതി നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും ഇപ്രകാരം തന്നെ മിഷൻ പ്രവർത്തനങ്ങളിലെല്ലാം ഊന്നിയുള്ള ഒരു ജീവിതമായിരുന്നു. സുഖ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ വെറും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സുഖഭോഗങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാം വെടിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി, അതായത് ലോക ജനതയെ തന്റെ ഈശോയ്ക്ക് വേണ്ടി മാറ്റിമറിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയായിരുന്നു ഈ രണ്ട് വിശുദ്ധരും. നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കേണ്ടത് എന്നുള്ള മഹത്തായ ആശയത്തെയാണ് നമുക്ക് മുന്നിലേക്ക് പിതാവെന്ന് ഇറങ്ങിത്തിരിച്ച് പറഞ്ഞു തന്നത്. ആ വചനമാണ് നാം ഓരോരുത്തരും ജീവിതത്തിൽ പാലിക്കേണ്ടത്. അതായത് നമുക്ക് ചുറ്റുമായിരിക്കുന്നവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിന്റെ വചനത്തെ പകർന്നു കൊടുക്കുവാൻ അവരിൽ നാം ക്രിസ്തുവിനെ കണ്ടെത്തുവാനാണ് പരിശ്രമിക്കേണ്ടത്. അപ്പോഴാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെയും നാം ഓരോരുത്തരും ക്രിസ്തുവിന് ശിഷ്യരായി മാറുകയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ പോലെ തന്നെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും സാധിക്കുക. ഇപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ നിന്നും ഒത്തിരിയധികം ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്നും മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഒത്തിരിയധികം ദൈവിക സാന്നിധ്യങ്ങൾ ഉണ്ടാകട്ടെ എന്നും എല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പിതാവെന്ന് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.